സോറി മൽക്കോസേ, ഞാൻ അറിയാതെ പറ്റിയതാ എന്നൊന്നും പറഞ്ഞില്ല. പത്രോസ് വെട്ടിയച്ചങ്ങ് പോയി. നമ്മൾ ഇത് തന്നെയാ ചെയ്യുന്നത്, വെട്ടിയച്ചങ്ങ് പോവും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന സമയം നമുക്ക് കർത്താവ് തന്നല്ലോ. ആത്മാവിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചു. വചനത്തിലേക്ക് നമ്മൾ നോക്കാൻ പോവുകയാണ്. ആത്മാവും വചനവുമാണ് നമ്മളെ വളർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് മാത്രമാണെങ്കിൽ നമ്മൾ ചേർത്തു പോകും. വചനം മാത്രമാണെങ്കിൽ നമ്മൾ ഉണങ്ങിപ്പോകും. ആത്മാവും വചനവുമാണ് നമ്മളെ വളർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളിൽ എപ്പോഴും ആത്മാവും വചനവും ഒരുപോലെ നമ്മളോട് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. കർത്താവ് ആദ്യമായിട്ട് ചെയ്ത അത്ഭുതം ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ആരാ കർത്താവ് ആദ്യമായിട്ട് ചെയ്ത അത്ഭുതം എന്തായിരുന്നു? കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. കർത്താവ് അവസാനം ചെയ്ത അത്ഭുതം ഏതായിരുന്നു? ലാസറിനെ ഉയർപ്പിച്ചു. കറക്റ്റ്. മൽക്കോസിന്റെ കാത് സുഖമാക്കി. പ്രൈസ് ദി ലോർഡ്. ഇത്ര പേർക്ക് അറിയായിരുന്നത്? ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ അത്ഭുതം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തു പോയതാ. തൻ്റെ കൂടെ നടന്ന ഒരു ശിഷ്യന്റെ കയ്യബദ്ധം, മണ്ടത്തരം ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിനെ പ്രേരിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ഈ മൽക്കോസിനെ കുറിച്ചും പത്രോസിനെ കുറിച്ചും കർത്താവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കാണിച്ച കരുണയെ, കൃപയെ ഓർത്തുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സന്ദേശമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓൺലൈനായിട്ട് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ജോൺ ചാപ്റ്റർ 18 വേഴ്സ് 10. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തു കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന് പേര്. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവം 4 സുവിശേഷകന്മാരും എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം എന്ന് വായിച്ചാട്ട്. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് 51. യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി. അപ്പം യേശുവിനോട് കൂടെ ഉള്ളവരിൽ, അവിടെ പത്രോസ് എന്ന് പറയുന്നില്ല, കൂടെ ഉള്ളവരിൽ ഒരുവൻ വാൾ ഊരി, കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറുത്തു. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ വായിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാകത്തുള്ളൂ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 14 വേഴ്സ് 47. അരികെ നിൽക്കുന്നവരിൽ ഒരുവൻ വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തു. ഓക്കെ, കാത് അറുത്തു. ഇനി ഒരാളൂടെ പറയുന്നുണ്ട്, ലൂക്കോസും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 22-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സസ് 49 to 51. സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവേ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ആ പിക്ചർ കിട്ടുന്നുണ്ട് അല്ലേ? വെട്ടിയത് ആരാണ്? പത്രോസ്. വെട്ടുകൊണ്ടത് ആർക്കാണ്? മൽക്കോസിന്. മൽക്കോസിന്റെ ഏത് കാതാണ് അറുത്തത്? വലത്തെ കാത്. ആ കാതിന് എന്ത് സംഭവിച്ചു? പിന്നീട് യേശു ആ കാത് പുനഃസൃഷ്ടി നടത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വന്നു. ഈ മൽക്കോസ് ഇത്രയും വലിയൊരു അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ നടന്നു.
കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ അവൻ്റെ ജീവിതത്തിലുണ്ടായി, ഒരു കണ്ടുമുട്ടൽ. ഈ മൽക്കോസ് യേശുവിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം മൽക്കോസ് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു അത്ഭുത സൗഖ്യം, അതിനെക്കുറിച്ച് പല ചിന്തകന്മാരും പല രീതിയിലാണ് പറയുന്നത്. ആ കാത്, മുറിഞ്ഞുപോയ കാതെടുത്ത് യേശു അവിടെ റീഫിറ്റ് ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. ഇരുട്ടത്ത് ഈ മുറിഞ്ഞുപോയ കാത് യേശു തപ്പിയെടുക്കാനൊന്നും പോയില്ല. യേശു ആ മുറിഞ്ഞ കാതയിലോട്ട് കൈവച്ചു. അവനൊരു ക്രിയേറ്റീവ് മിറക്കിൾ നടത്തി. ഒരു പുതിയ കാത് മൽക്കോസിന് വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ 3 കാതുകൾ ഉണ്ടായിരുന്ന ഒരേ ഒരു മനുഷ്യൻ ഈ മൽക്കോസാണ്. ദ മാൻ വിത്ത് 3 years. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. എങ്ങനെയായിരുന്നാലും അവൻ്റെ മുറിഞ്ഞ കാതിനെ കർത്താവ് സൗഖ്യമാക്കി. അത് പഴയ കാത് തന്നെ ആയിരുന്നോ പുതിയ കാതായിരുന്നോ അത് തർക്ക വിഷയമാണ്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ബൈബിൾ പറയാത്തതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ സാധ്യമല്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, വാസ് മാൽക്കസ് ട്രാൻസ്ഫോംഡ് ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്? ഈ സംഭവത്തിന് ശേഷം ഈ വ്യക്തി, ഈ മൽക്കോസിൻ്റെ ജീവിതം മാറി മറിഞ്ഞോ? അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചോ? അതോ അവൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവനൊരു ചേഞ്ച് വന്നിട്ടുണ്ടാകുമോ? അതോ ഈ സൗഖ്യമൊക്കെ പ്രാപിച്ചേച്ച് അവൻ വീണ്ടും മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് തുടർന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ശത്രുവായിട്ട് അവൻ തുടർന്നു? ഏതായിരിക്കും സാധ്യത? നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ കരസ്പർശമേറ്റ ഒരു വ്യക്തിക്ക് അവനൊരിക്കലും പിന്നെ മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. തൽക്കാലത്തേക്ക് ഒരു പിന്മാറ്റത്തിലൊക്കെ പോയെന്ന് വന്നേക്കാം. പക്ഷെ യേശുവിനെ വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് എന്നും പിന്നീട് അവൻ്റെ ശത്രുവായിട്ട് തുടരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ ഒരു പേഴ്സണൽ ടച്ച് അനുഭവിച്ചവരാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ, അവൻ നമ്മളോട് കാട്ടിയ കരുണയെ ഓർക്കുമ്പോൾ, അവൻ്റെ കൃപയെ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ പിന്നെ അവനെ വിട്ടുപോകാൻ പറ്റും? പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങ് പോയി വസിക്കും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം എത്രയോ പ്രാവശ്യം ഞാൻ വീണുപോയി. പക്ഷേ അവൻ്റെ സ്നേഹം എന്നെ പിന്നെയും അവങ്കിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരുന്നു. അതാ ഈ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയവരാണ്. നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ ഒരു നന്മ, യേശുവിൻ്റെ ഒരു കരുണ, അവൻ്റെ ഒരു കൃപ, അവൻ്റെ ഒരു അത്ഭുത രോഗസൗഖ്യം, അവൻ്റെ ഒരു വിടുതൽ നിങ്ങൾ അനുഭവിച്ചവരാണെങ്കിൽ, നിങ്ങൾ ഇന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ കടന്നുവാ, തിരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നുവാ. അവൻ നിങ്ങളെ വിളിക്കുകയാണ്. അവൻ നിങ്ങളെ ചേർക്കുവാൻ, വീണ്ടും മാറോട് ചേർക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ്. കം ബാക്ക് ടു ദ വൺ ഹു സേവ്ഡ് യു. ഹല്ലേലൂയ. ഞാൻ ആരോടാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ പിന്മാറ്റത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് തൊട്ട് ആ ദിവസത്തെ ഒന്ന് ഓർക്ക്. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ, അവൻ്റെ മാരണത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. നമുക്കിനി അല്പസമയം പത്രോസിന്റെ കാര്യത്തിലേക്ക് നോക്കാം. ഈ പത്രോസ് അന്ന് രാത്രി അവിടെ വന്നത് വെറും കൈയായിട്ടല്ല വന്നത്. പത്രോസ് വന്നത് എങ്ങനെയാണ്? കയ്യിലൊരു വാളുമായിട്ടാണ് വന്നത്. ആരുടെ കൂടെ നടക്കുന്നത്? യേശുവിൻ്റെ കൂടെയാണ് നടക്കുന്നത്. പക്ഷേ കയ്യിലൊരു വാളും കരുതിയിട്ടുണ്ട്. നമ്മളിൽ എത്ര പേര് യേശുവിൻ്റെ കൂടെ നടക്കുകയും അതേസമയം കയ്യിൽ വാളുമായിട്ട് നടക്കുന്നവരുണ്ട്? എന്തിനായിരിക്കാം പത്രോസ് അന്ന് രാത്രി ഒരു വാള് കരുതിയത്? പത്രോസിനറിയാൻ ചിലപ്പോൾ സാഹചര്യങ്ങളൊന്ന് പ്രതികൂലമായാൽ എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. യേശു അതിനൊരു സൂചന കൊടുത്തു. ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുക. അപ്പൊ പത്രോസിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ, എടുത്തിയാട്ടക്കാരനാ. പുള്ളിക്കാരൻ വിചാരിച്ചു, ഒരു കരുതലിനൊരു കത്തി ഇരിക്കട്ടെ, ഒരു വാളിരിക്കട്ടെ. നമ്മളും പലപ്പോഴും നമ്മുടെ കയ്യിൽ യേശു അറിയാതെ വാള് കൊണ്ട് നടക്കുന്നവരല്ലേ? പത്രോസ് ഈ വാള് കൊണ്ട് നടന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സപ്പോർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡിഫൻസിന് വേണ്ടി, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഒന്ന് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ ഒരു വാള്. കയ്യിൽ വാളുമായിട്ട് നടക്കുന്നവരോട് കർത്താവ് പറയുക, വാൾ വേണ്ട, നമുക്ക് വാള് വേണ്ട. സ്തോത്രം. നമുക്ക് പ്രതികാരം വേണ്ട, നമുക്ക് ഒഫൻസ് വേണ്ട.
നമ്മളെ കരുതുവാൻ, നമ്മളെ സൂക്ഷിക്കുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നീ പ്രത്യേകിച്ച് വാൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല പത്രോസേ. ദൈവത്തിന് സ്തോത്രം. യേശു അത് അംഗീകരിക്കത്തില്ല എന്ന് പത്രോസിന് നന്നായിട്ട് അറിയാം. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഒരു കവിളത്തടിക്കുന്നവൻ മറ്റേ കവിള് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ കർത്താവിന്റെ ശിഷ്യനായി പത്രോസ് അതൊക്കെ കേട്ടിട്ടും കയ്യിലൊരു വാളുമായിട്ട് നടന്നു. നമുക്കും പലപ്പോഴും ഇത് നമ്മുടെ കയ്യിലും ചില വാളുകളില്ലേ? ഒരുപക്ഷെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വാളായിരിക്കത്തില്ല, ഈ നാവെന്ന മൂർച്ചയേറിയ വാള്. നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കുന്നിടത്ത് മിണ്ടാതിരുന്നിട്ടുണ്ടോ? നാവ് കൊണ്ട് പലരെയും നമ്മൾ വെട്ടിയിട്ടില്ലേ? അതിനാ പറയുന്നത്, ബൈബിളിലൊരു വചനമുണ്ട്, പരിജ്ഞാനമില്ലാത്ത തീക്ഷ്ണത എന്ന് പറയും. നോളജ്, സീൽ വിതൗട്ട് നോളജ്. ഈ പത്രോസിന് ഭയങ്കര തീക്ഷ്ണത. യേശുവിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാ? കർത്താവെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ വ്യക്തിയാ. എടുത്തുചാട്ടക്കാരനായിരുന്നു ഈ പത്രോസ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും ഏർപ്പെട്ട് ആകെ കുളമാക്കിയിട്ടുണ്ട്. കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കാതെ, കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാൻ കാത്തിരിക്കാതെ നമ്മൾ കാര്യങ്ങൾ സ്വന്തം കയ്യിൽ എടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നവരാ നമ്മൾ പലരും. പരിജ്ഞാനമില്ലാത്ത തീക്ഷ്ണത. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ പത്രോസിന്റെ ഈ ബ്ലണ്ടർ, ഈ മണ്ടത്തരം, ഇറ്റ് കോസ്റ്റ് ജീസസ് ടു പെർഫോം എ മിറക്കിൾ. പ്രിയമുള്ളവരെ, നമ്മുടെ മണ്ടത്തരങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി ബ്ലണ്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ബ്ലണ്ടർ ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് കർത്താവെ എനിക്ക് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ആ ബ്ലണ്ടറിലും ഒരു വലിയ വിടുതൽ, ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പരാജയങ്ങളെയും എനിക്ക് നന്മയ്ക്കാക്കി മാറ്റിയ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു ചാടി പലതും ചെയ്തവരായിരിക്കാം. കർത്താവിനോട് അനുവാദം ചോദിക്കാതെ, അവന്റെ ഹിതം ആരായാതെ, സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ പലതും പ്രവർത്തിച്ചു. പക്ഷെ പിന്നീട് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞപ്പോൾ ആ ബ്ലണ്ടറിനെയും ദൈവം അനുഗ്രഹമാക്കി മാറ്റി. അതാ പറയാം, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത്. അതുകൊണ്ട് ബ്ലണ്ടർ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവർ ലോർഡ് ഈസ് സ്റ്റിൽ ഓഫൻ ഹീലിംഗ് ദ വൂണ്ട്സ് that zeal without knowledge people make on other souls. ഈ പരിജ്ഞാനമില്ലാത്ത തീഷ്ണതയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മുറിവുകളെ ഇപ്പോഴും യേശു സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. പത്രോസാണ് ഒരു മുറിവ് ഉണ്ടാക്കിയത്. ആർക്ക്? മൽക്കോസിന്. പത്രോസിന്റെ വാളുകൊണ്ട് വെട്ടി. പക്ഷെ അവിടെ ആ മുറിവിനെ സൗഖ്യമാക്കാൻ യേശു കടന്നു വന്നു. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്തു നോക്കി. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴെല്ലാം എൻ്റെ ഹൃദയം ഇങ്ങനെ തേങ്ങുകയായിരുന്നു. നമ്മുടെ മണ്ടത്തരങ്ങളെയും അവിടെയും കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. അല്ലെങ്കിൽ പത്രോസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പത്രോസ് ഈ മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ മർഡർ അറ്റംപ്റ്റ്. കാതറക്കാനല്ലല്ലോ വെട്ടിയത്. ആരെങ്കിലും കാതറക്കാൻ വെട്ടുമോ? എവിടെ വറക്കാനായിരിക്കും വെട്ടിയത്? കഴുത്തറക്കാനാ വെട്ടിയത്. പക്ഷേ അവൻ എങ്ങനെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഈ പത്രോസ് വാളുകൊണ്ട് ഇങ്ങനെ, ഇപ്പം മൽക്കോസ് ഇങ്ങനെ നേരെ നിൽക്കുകയാണെന്ന് വിചാരിച്ചു. മൽക്കോസിനെ ഇങ്ങനെ വെട്ടുമ്പോൾ എങ്ങനെ അവൻ്റെ വലത്തേക്കാതെ അറക്കുന്നേ? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. മൽക്കോസ് ഇങ്ങോട്ട് നോക്കി നിൽക്കുക, ഞാൻ പത്രോസ്. മൽക്കോസ് ഇങ്ങോട്ട് നോക്കി നിൽക്കുക. അപ്പം മൽക്കോസിൻ്റെ വലതുവശം എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? അപ്പോൾ പത്രോസ് ഇങ്ങനെ വലതുവശത്തേക്കാതല്ലല്ലോ വെട്ടിയത്. വെട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെ, അല്ലെങ്കിൽ പത്രോസ് ഇടം കയ്യനായിരിക്കണം. ഇങ്ങനെ നമുക്ക് നോർമലി ഒരു മനുഷ്യൻ വലം കയ്യനാണെന്ന് നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് പത്രോസ് വലം കൈ കൊണ്ട് വെട്ടിയപ്പോൾ അവൻ്റെ ഇടത്തേക്കാതായിരുന്നു മുറിയേണ്ടിരുന്നത്. എൻ്റെ ഒരു തോന്നല്, പത്രോസ് നേരെ നിന്നല്ല വെട്ടിയത്, പുറകെ കൂടെ ആയിരിക്കും വെട്ടിയത്. ഈ മൽക്കോസിന്റെ പുറകെ കൂടെ വെട്ടിയപ്പോൾ വലത്ത് വന്നു. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിൻ്റെ പൊസിഷനൊക്കെ. അപ്പോ ഈ നേരെ വന്ന് കാര്യങ്ങൾ പറയാത്ത ചില മനുഷ്യരുണ്ട്, പുറകിൽ നിന്ന് വെട്ടുന്നവർ. അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, എന്താ? ബാക്ക് സ്റ്റാബിങ് എന്ന് പറയും. നിങ്ങൾക്കൊരാളോട് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് സംസാരിക്കുക. ആ മനുഷ്യന്റെ പുറകിൽ നിന്ന് അവനെ ബാക്ക് സ്റ്റാബ് ചെയ്യാതെ, മറ്റുള്ളവരോട് പറഞ്ഞ് അവനെ കുത്താതെ നേരിട്ട് നിന്ന് സംസാരിക്കുക. ദൈവമക്കൾ നേരെ പോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കണം. നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്യാറുണ്ടോ? അത് നിങ്ങളെ വല്ലവരും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എനിവേ,
നമുക്ക് മുമ്പോട്ട് പോകാം. ഈ പത്രോസിന് വാസ്തവത്തിൽ ആ സാഹചര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. കർത്താവ് നേരത്തെ പറഞ്ഞു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇതെല്ലാം കർത്താവ് നേരത്തെ അവരോട് പറഞ്ഞിരുന്നതാണ്. And he tried to control a situation that was not about him. ഇത് കർത്താവ് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പത്രോസ് കയറി ഞാനൊന്ന് കൈകാര്യം ചെയ്ത് നോക്കട്ടെ. പലപ്പോഴും കർത്താവ് കൈകാര്യം ചെയ്യേണ്ട വിഷയം നീ കൈകാര്യം ചെയ്യാൻ പോയാൽ നീ കുളമാക്കും സകലതും. കർത്താവ് പറഞ്ഞു നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഇതിൽ കൂടെ കടന്നു പോകേണ്ടതാകുന്നു, അവരെന്നെ പിടിച്ചുകൊണ്ട് പോകും. ഇതെല്ലാം നേരത്തെ പറഞ്ഞതാ. Peter tried to control a situation that was not about him. അവിടെ ആ കർത്താവിന് ദേഷ്യം വന്നു. കർത്താവ് ദേഷ്യപ്പെട്ടതായിട്ട് പറയുന്നില്ല, പക്ഷെ put your sword back, വാൾ ഉറയിലിട് പത്രോസെ. പത്രോസ് വാള് തിരഞ്ഞെടുത്തു, യേശു കുരിശ് തിരഞ്ഞെടുത്തു. നമ്മളേതാ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കുരിശാണ്. കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്, ക്ഷമയുടെ വഴിയാണ്, ത്യാഗത്തിൻ്റെ വഴിയാണ്, വിട്ടുകൊടുക്കലിൻ്റെ വഴിയാണ്. അതോ ഇല്ല എന്നെ ഒന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പോളിസി എന്താണെന്നറിയാമോ? ചെള്ളക്കടിക്കുന്നവൻ്റെ പള്ളക്കെങ്കിലും ഒന്ന് കൊടുക്കണം. ഇതായിരുന്നു എൻ്റെ ഒരു ഇത്. എന്താടാന്ന് ചോദിക്കുന്നവനോട് ഏതാടാന്ന് ചോദിക്കുന്നതായിരുന്നു എൻ്റെ പ്രകൃതം. പക്ഷേ കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ മിണ്ടാതിരിക്കാൻ ഞാൻ പഠിച്ചു. ഇപ്പോഴും ചിലപ്പോഴൊക്കെ പഴയ ജെയിംസ് തലവെക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അടിച്ചിരുത്തും. കർത്താവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. പത്രോസ് ഇത് മനസ്സിലാക്കി. പിന്നീട് പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, പത്രോസ് വന്ന മാറ്റം ഈ പത്രോസ് അല്ല പിന്നീട് നമ്മൾ കാണുന്നത്. വായിച്ചാട്ടെ. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങും. കണ്ടോ, പത്രോസ് പറയുക കീഴടങ്ങാതെ, ഒന്നിനും കീഴടങ്ങാതെ കയറി പ്രതികരിച്ചുകൊണ്ടിരുന്ന പത്രോസ് പറയുക സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. അടുത്ത വാക്യം, ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിന് കീഴടങ്ങുക, ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിന് കീഴടങ്ങുക, സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവീൻ. ഇടയ്ക്ക് ഒന്ന് നിർത്തണേ. നമ്മളെ ഉപദ്രവിക്കുന്ന ഭരണാധികാരികള്, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് നമ്മളെ പീഡിപ്പിക്കുന്ന, ജയിലിലടയ്ക്കുന്ന, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതികരണം എന്താ? നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ആര് പ്രതികരിക്കും? ഇതല്ലേ നമ്മുടെ ചോദ്യം. If we do not stand up for ourselves, who will defend us? തിരിച്ചു അടിക്കാൻ നമുക്ക് അനുവാദമില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം. അതാ നേരത്തെ പറഞ്ഞ zeal without knowledge. ചില മനുഷ്യർ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്നിരിക്കും. നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തെന്നിരിക്കും, നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും, നിന്നെ ജയിലിൽ അടച്ചെന്നിരിക്കും, നിനക്ക് ജാമ്യം തരാതിരുന്നെന്ന് വന്നേക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യരുടെ ഭോഷത്വം എങ്ങനെ മിണ്ടാതാക്കണം? നന്മ ചെയ്തുകൊണ്ട്. കർത്താവ് അവിടെ ഒരു മാതൃക കാണിച്ചു തന്നു. കർത്താവിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ് മൽക്കോസ്. കർത്താവിനെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നവരുടെ കൂട്ടത്തിൽ വന്നതാ. കയ്യാഫാവിന്റെ ആളായിട്ട് വന്നതാ. He was the personal assistant of Caiaphas, the high priest. അവിടെ വന്നു ഈ വാർത്തയൊക്കെ അറിയിക്കാൻ വേണ്ടി. ഈ മൽക്കോസിനെ കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത് he was the ear of Caiaphas എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കയ്യാഫാസിന്റെ കാതായിരുന്നു ഇവൻ. ന്യൂസ് പിടിച്ചിട്ട് എല്ലായിടത്തുനിന്നും ന്യൂസ് പിടിച്ചിട്ട് അവിടെ കൊണ്ടെത്തിക്കും. യേശുവിന്റെ കൂട്ടത്തിൽ നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവനും വരും, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് നേരെ കയ്യാഫാവിന് കൊണ്ട് കൊടുക്കും വാർത്ത. അങ്ങനെ ചെയ്യുന്നവരിവിടെ ഉണ്ടോ? ഇല്ല. നല്ല ആൾക്കാരിവിടെ ഇല്ല. ഒരാളുടെ ഒരു കാര്യം എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ട് വേറൊരിടത്ത് എത്തിക്കുക. ഡോണ്ട് ബി ആൻ ഇയർ ഓഫ് സംബഡി എൽസ്. മറ്റൊരാളുടെ കാതായിരിക്കാൻ ശ്രമിക്കല്ലേ. സ്തോത്രം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ കയ്യാഫാസ് വിളിച്ച് എൻ്റെ കാതേ, മൽക്കോസേ എൻ്റെ കാതേ. കാരണം മഹാപുരോഹിതന് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലല്ലോ. മഹാപുരോഹിതൻ ഇറങ്ങി നടങ്ങി ന്യൂസ് പിടിക്കാനൊന്നും പറ്റത്തില്ല. അതിന് മഹാപുരോഹിതൻ ഒരു ശിങ്കിടിയെ വെച്ചിരിക്കുക. അവൻ്റെ ശിങ്കിടിയായിരുന്നു ആര്? ഈ മൽക്കോസ്.
അപ്പം കയ്യാഫാവിന് കേൾക്കാൻ പറ്റാത്തത് കേൾക്കാൻ വേണ്ടി ഒരു കാതുമായിട്ടാണ് പോയത്. പക്ഷെ ആ കാതെ തന്നെയാ വെട്ട് വന്നതെന്ന് ഓർക്കുക. അവന്റെ കാതിനെയാ ദൈവം തൊട്ടത്. ഇതൊക്കെ സംഭവിക്കേണ്ടതാ കേട്ടോ. പത്രോസ് അതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കുക. ഈ ദൈവവചനം എപ്പോഴും നമ്മളെ പണിയുന്നതാണ്. ഇത് നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ലൈഫ് ആപ്ലിക്കേഷൻ ലെസൺസ് ഉണ്ട്. നമ്മളോട് സംസാരിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇതൊരു കഥയായിട്ട് വായിച്ചു വേണമെങ്കിൽ വിടാം. പക്ഷേ ഹൗ ഡസ് ഇറ്റ് അഫക്ട് മൈ ലൈഫ്? ഹൗ ഡസ് ഇറ്റ് റിലേറ്റ് ടു മൈ ലൈഫ്, മൈ ഡെയിലി ലൈഫ്? വെയിറ്റിംഗ് ഓൺ ദ ലോർഡ് became impatient, decided to take matters in your hands. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ദൈവസന്നിധി കാത്തിരിക്കുക. കർത്താവ് പറഞ്ഞു, നീ കാത്തിരിക്കും മോനെ, ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാം. അങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, എത്ര നാളാണ് ഞാൻ ഈ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടിട്ട്, have you ever decided to take matters in your own hands to get things moving a little faster? പണ്ട് അബ്രഹാമൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാൻ ദൈവം പറഞ്ഞു, വാഗ്ദത്തം കൊടുത്തു. കാത്തിരിക്കുന്നതിന് പകരം ക്ഷമ നശിച്ചു. ഇനി എത്ര നാളാണ് കാത്തിരിക്കേണ്ടത്? എന്നാൽ പിന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാം, എന്നാൽ കഴിയുന്നത് എണ്ണാറ കണ്ണനും തന്നാലായോ എന്നുള്ള രീതിയിൽ ഒരു കൈ സഹായം നമ്മുടേതെന്ന് പറഞ്ഞ് വേണ്ട. ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് പ്രവർത്തിച്ചോളും. നിന്റെ കൊച്ചു സഹായം ഒന്നും ദൈവത്തിന് വേണ്ട. കാത്തിരിക്കാൻ പറഞ്ഞാൽ കാത്തിരിക്കണം. വെയിറ്റ് അപ്പോൺ ദ ലോർഡ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാത്തിരിക്കാതെ എടുത്തു ചാടി പല കാര്യങ്ങളും ചെയ്തിട്ട് ആകെ പ്രശ്നത്തിലേക്ക് പോയിട്ടില്ലേ? Were you regretful when you later realized that you had made a big mess of things? കർത്താവ് കാത്തിരിക്കാൻ പറഞ്ഞു, ഞാൻ പ്രവർത്തിച്ചോളാം, നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേലെ നമ്മൾ പ്രവർത്തിച്ച്, നമ്മൾ എടുത്തു ചാടി ഇടയ്ക്ക് കയറി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ ആകെ പ്രശ്നം കുളമാക്കിയിട്ടുണ്ടോ? All of us are guilty of acting rashly and thoughtlessly. നമ്മൾ എടുത്തു ചാടി ചിന്തയില്ലാതെ പല കാര്യങ്ങളിലും പ്രവർത്തിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും നമ്മൾ പ്രശ്നത്തിലാക്കിയിട്ടില്ലേ? Have you ever said something you later regretted? നമ്മൾ പറഞ്ഞ ഒരു കാര്യം പറയേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴങ്ങല്ല, പണ്ട് ഈ നാവിനെ അടക്കി ശാന്തമായിട്ട് മിണ്ടാതിരിക്കുന്നത് വലിയൊരു കൃപയാകട്ടോ. എല്ലായിടത്തും കയറി പ്രതികരിക്കേണ്ട ആവശ്യമില്ല, പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല വാള്. Have you ever got so angry at someone you interfered and vocalized your dissent before the other person finished talking? ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നി, ഇവൻ എന്നെക്കുറിച്ച് പറഞ്ഞു വരികയാണല്ലോ. അപ്പോഴത്തേന് ഇടയ്ക്ക് കയറി നമ്മൾ അവനെ അങ്ങ് വെട്ടി, അവനെ നിശബ്ദനാക്കി. പക്ഷെ പിന്നീട് മനസ്സിലായത് പുള്ളി പറയാമെന്നത് വേറൊരു കാര്യമായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് പിന്നീട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്? നമ്മൾ ആവശ്യമില്ലാതെ ചിലരുണ്ട്, ആളുകൾ സംസാരിക്കുന്നതിനിടയിൽ കയറി അവരെ അങ്ങോട്ട് മുഴുമിപ്പിക്കാൻ അനുവദിക്കത്തില്ല, ഇടയ്ക്ക് കയറി അങ്ങ് സംസാരിക്കും. മൊണോപ്ലൈസിങ് ദ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ചിലരങ്ങനെ 4 പേരിരുന്നൊരു മേശയ്ക്ക് ചുറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ കയറി അങ്ങ് മൊണോപ്ലൈസ് ചെയ്യും, ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കത്തില്ല. എല്ലാവരെയും കേൾക്ക്, അവർക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്ക്. നിങ്ങൾക്ക് മനസ്സിൽ സംശയം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പിന്നീട് ചോദ്യം. അല്ലാതെ ആരെയും കയറി ഭരിക്കാനോ ആരെയും കയറി വിധിക്കാനോ എടുത്തു ചാടി ഒന്നും ചെയ്യാനോ നമുക്ക് ഇടയായിത്തീരുത്. ഇതെല്ലാം ദൈവം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല, ലെസൺസാ. നമ്മളൊരു വ്യത്യാസം മറ്റുള്ളവർ കാണുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ ഈ സൺഡേയിൽ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ക്രിസ്ത്യൻ? വാട്ട് അബൌട്ട് ദ അതർ ഡേയ്സ്? മറ്റുള്ള സമയങ്ങളിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താ പറയുന്നത്? ഹീസ് എ മാൻ ഓഫ് ഗോഡ്, ഹീസ് എ വുമൺ, ഷീസ് എ വുമൺ ഓഫ് ഗോഡ് എന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയാൻ ഇടയായിത്തീരുന്നുണ്ടോ? Have you ever apologized for making a rash statement? ക്ഷമ പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്ന് നിങ്ങളൊരു വല്ലാത്തൊരു വാക്ക് ഉപയോഗിച്ചു, അയ്യോ ഐ എം സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. എത്ര പേര് പറയും, ഞാൻ പറഞ്ഞതാ, പീലാത്തോസ് കൊണ്ട് പറഞ്ഞതല്ല, ഞാൻ എഴുതി, തിരിച്ചെടുക്കാനൊന്നും വയ്യ. അപ്പോളജൈസ്. നമ്മുടെ വായിൽ നിന്ന് അറിയാതെ ചില വാക്കുകൾ വരും. പത്രോസ് ഈ മൽക്കോസിനെ വെട്ടി, യേശു ഇതെല്ലാം ചെയ്തിട്ട് പത്രോസ് വന്നിട്ട്, സോറി മൽക്കോസേ, ഞാൻ അറിയാതെ പറ്റിയതാ എന്നൊന്നും പറഞ്ഞില്ല. പത്രോസ് വെട്ടിയച്ചങ്ങ് പോയി. നമ്മൾ ഇത് തന്നെയാ ചെയ്യുന്നത്, വെട്ടിയച്ചങ്ങ് പോവും.
അറിയാതെ ചിലപ്പം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയും, മോനെ നീ ആ പറഞ്ഞത് ശരിയായില്ല, ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഈഗോ പിടിച്ചുകൊണ്ടിരിക്കുക. അത് അവിടെ പോയി ആ വ്യക്തിയോട് ക്ഷമിക്കണം, ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതൊരു നല്ല കഥയായത് ഈ മൽക്കോസിന്റെ കഥ. ദി സ്റ്റോറി ഈസ് എ ഫൈൻ എക്സാമ്പിൾ ഓഫ് ദ മെസ് ദാറ്റ് ഇംപേഷ്യൻസ് പ്രൊഡ്യൂസസ്. അക്ഷമ വരുത്തി വെച്ചതിൻ്റെ അക്ഷമ കൊണ്ട് ഉണ്ടായ ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണിത്. യേശുവിനെ സംരക്ഷിക്കാൻ നമ്മളാരും നിൽക്കേണ്ട കാര്യമില്ല. യേശു പറഞ്ഞു, യേശു ഈ ശിഷ്യന്മാർ ഇവരിങ്ങനെ നിൽക്കുന്ന സമയം, അല്ല ഈ പട്ടാളക്കാരിങ്ങനെ അടുത്ത് വന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നീ ആണോ എന്ന് ചോദിച്ചപ്പം യേശു പറഞ്ഞെന്താ, ഐ ആം, ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ അത്ഭുതം നടന്നു. എന്തുവായിരുന്നു അറിയാമത്? എന്തുവായിരുന്നു ആ അത്ഭുതം? ഐ ആം യേശു പറഞ്ഞപ്പോൾ അവന്റെ ശബ്ദത്തിങ്കിൽ ആരാ പറഞ്ഞത്? ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നിന്നപ്പോൾ ആ പട്ടാളക്കാരെല്ലാവരും സ്തബ്ധരായി ഇങ്ങനെ നിന്നെന്നാ പറയുന്നത്. അവിടെ വായിക്കണം, അവർ പുറകോട്ട് വാങ്ങിപ്പോയി, അവർ വീണു, അവർക്ക് അവരെ എന്താ പറയുക, they were petrified. അവർ കല്ലുപോലെ നിന്നുപോയി, അവർക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല. കാരണം അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ആ കളി. ഈ ദൈവത്തെ ആ പത്രോസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. പത്രോസിനോട് നേരത്തെ പറഞ്ഞു, എനിക്ക് എത്രയോ ലഗ്യോൻ ദൂതന്മാരെ അയച്ച് എന്നെ സംരക്ഷിക്കാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വരും ലക്ഷക്കണക്കിന് ദൂതന്മാരെ എന്നെ സംരക്ഷിക്കാൻ നിങ്ങളാരും മെനക്കെടണ്ട. നമ്മളൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം മിത്ത് ആൻഡ് ലെജൻഡ്സ്, അതൊക്കെ കെട്ടുകഥകളാണ്, ഐതിഹ്യങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന യഹൂദന്മാരുടെ ഇടയിലെ ഒരു കൂട്ടരായിരുന്നു ഈ സദൂക്യർ, ദ സാഡൂസീസ്. അതിനെക്കുറിച്ച് പണ്ടെന്നോട്, ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് ഒരു പാസ്റ്റർ ബൈബിൾ സ്റ്റഡിയിൽ എന്നോട് പറഞ്ഞത്, ഈ ഇംഗ്ലീഷിൽ അത് സാഡൂസീസ് എന്ന്, സാഡ് യു സീ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വളരെ ദുഃഖത്തോട് വളരെ ഇതിലാണ് നടക്കുന്നത്, സാഡായിട്ട്. ഐ എം സാഡ് യു സീ, സാഡ് യു സീ. പക്ഷെ ഇവന്മാർ പുറമേ ഇങ്ങനെ വലിയ സാഡായിട്ട് വലിയ ഭക്തിയൊക്കെ നടിച്ചു നയിക്കും, പക്ഷെ ഉള്ളിൽ ഭയങ്കര ആൾക്കാരായിരുന്നു. അവരെങ്ങനെയെങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നടന്നതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഇവരിതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ചുമ്മാതെ പറയുന്ന, അതൊന്നും നടന്നിട്ടൊന്നുമില്ല, അതൊക്കെ കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ കൺമുമ്പിൽ യേശുവിധ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, അവൻ മുടന്തരെ നടക്കുമാറാക്കുന്നു, അവൻ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നു, അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഇവരുടെ വിശ്വാസം അല്ലെങ്കിൽ ഇവരുടെ ഈ ഉപദേശത്തിന് ഇടിവ് പറ്റി. അവരുടെ കൂടെയുള്ള ആളുകളെല്ലാം ഇപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അപ്പോൾ പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? എങ്ങനെങ്കിലും ഈ യേശു മാർഗത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിനാണ് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ദാസനായിരുന്ന മൽക്കോസിനെ വിട്ടത്. പക്ഷേ അവരാരുടെ ശുശ്രൂഷയെ എതിർത്തുവോ? അവർ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും എതിർത്തുവെങ്കിലും എതിർത്തവരിൽ നമുക്ക് ഈ ദൈവത്തോട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ പത്രോസ് ഹി ആക്റ്റഡ് ഔട്ട് ഓഫ് എ ലോങ് ഹെൽഡ് ഒഫൻസ്. ഞാൻ അതാ പറയാൻ വന്നത്. അപ്പൊ പത്രോസിന്റെ ഉള്ളിൽ ഒരു ദേഷ്യമുണ്ട്. ഇവന്മാര് നമ്മക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാ? ഈ സാദൂസീസ്, ഈ കയ്യാഫാവും കൂട്ടരും. അവർ നടക്കുന്ന വലിയ കുപ്പായമൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അവരുടെ ആ പൗരോഹിത്യത്തിന്റെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരനെ എപ്പോഴും ഇവരെ കാണുന്ന സമയത്ത് പത്രോസിന് ദേഷ്യമാണ്. എടാ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് തുരങ്കം വെക്കുന്നവന്മാരാണ് ഇവന്മാർ. അപ്പം അങ്ങനെ ഇരുന്ന് ഇവൻ നോട്ടം വിട്ടു. അപ്പം അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒറ്റയ്ക്ക് കിട്ടി അതിലെ ഒരുത്തനെ, ആരെയാ? മൽക്കോസിനെ. അപ്പോൾ പെട്ടെന്ന് പത്രോസിൻ്റെ ഉള്ളിലൊരു ലോങ് ഹെൽഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടന്നിരുന്ന ഒരു ഒഫൻസ്, ഒരു ഗ്രീവൻസ് അല്ലെങ്കിൽ ഒരു ബിറ്റർനെസ്, അത് പുറത്തു വന്നു. ഇവൻ നമ്മുടെ വേലയ്ക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണല്ലോ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ശുശ്രൂഷക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്
വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരിൽ ഒരുവനെ കാണുമ്പോൾ അവനെ വെട്ടാനല്ല, നീ എൻ്റെ ശുശ്രൂഷയ്ക്ക് ബദലായിട്ട് നിൽക്കുന്നു, നീ എതിരായിട്ട് നിൽക്കുന്നു, നീ എൻ്റെ വേലയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവരെ നശിപ്പിക്കുവാനല്ല, പിന്നെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പത്രോസ് ആ മനുഷ്യനെ വെട്ടുകയാണ് ചെയ്തത്. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്നവർ കണ്ടേക്കാം. നമ്മൾ അവരോട് എങ്ങനെയാ പ്രതികരിക്കുന്നത്? നമ്മളൊരു പക്ഷേ വിട്ടുപോകുന്ന സഭകൾ, ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മൾ വിട്ടുപോകുന്ന സഭകളിലുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാ? ഞാൻ ചിലർ വിശ്വാസത്തിലോട്ട് വന്നിട്ട് ആ വിട്ടുപോകുന്ന സഭകളിലുള്ളവരെ കുറിച്ചും അവിടുത്തെ രീതികളെക്കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് എതിര് നിന്ന മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ ദാസനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയെങ്കിൽ കർത്താവിന് അവരോട് ഒരു പകയുമില്ലായിരുന്നു, കർത്താവിന് അവരോട് ഒരു ദേഷ്യമില്ലായിരുന്നു. കർത്താവ് അവർക്ക് വേണ്ടി കൂടെ കാൽവറിയിൽ മരിച്ചത്. നമ്മൾ വിട്ടുപോകുന്ന സഭകളിൽ ഉള്ളവരോട് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? ചിലർക്കുണ്ട് കുപ്പായമിട്ടവരെ കാണുമ്പോൾ ഭയങ്കര കലിപ്പ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. പത്രോസിന് ഈ കുപ്പായമിട്ട് ഇവനിങ്ങനെ വന്നു കണ്ടപ്പോഴത്തേന് ഭയങ്കര ദേഷ്യമായി. ഇവനെ രണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. പത്രോസ് വെട്ടിയ സമയത്ത് കർത്താവ് കണക്കായിപ്പോയി, നീയൊക്കെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതല്ലേ, നിനക്കത് വേണമടാ എന്ന് കർത്താവ് ചിന്തിച്ചോ? ഇല്ല. പത്രോസെ വാളുറയിലിടാൻ പറഞ്ഞു. ഇറ്റ്സ് ഇനഫ്, മതി. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ട്രാൻസ്ലേഷനിൽ വായിച്ചത് എന്നെ കണ്ണ് തുറപ്പിച്ചു. കർത്താവ് പറഞ്ഞല്ലോ, ഇത്രയ്ക്ക് വിടുവീൻ എന്നാ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഇത്രയ്ക്കും വിടുവീൻ. അതെന്തുവാ അത്? എനിക്ക് മനസ്സിലായില്ല. മലയാളത്തിലൊന്ന് വായിക്കാമോ? വാക്യം ഏതാന്നാ? സ്റ്റോപ്പ്. വാളുറയിലിടാൻ പറഞ്ഞപ്പോൾ ആ ഭാഗം ഒന്ന് എടുത്ത്. എവിടെയായിരുന്നു നമ്മൾ വായിച്ചത്? 18:10. വാളുറയിലിടാൻ പറഞ്ഞിട്ട് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇത്രയ്ക്ക് മതി. ജോൺ 18:10 തോന്നുന്നു. കണ്ടോ? അത് തന്നെ, ഇത്രയ്ക്ക് വിടുവീൻ. ഏതാ അത്? ലൂക്കോസ് 22:51. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവീൻ, അതല്ല എനിക്കത് മനസ്സിലായില്ല. എന്തോ ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എന്തോ ഇത്രയ്ക്ക് വിടുവീൻ. ഞാനപ്പോ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കി. NIV ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോപ്പ്, നോ മോർ ഓഫ് ദിസ് എന്നാ പറഞ്ഞു. സ്റ്റോപ്പ്, നോ മോർ, നിർത്ത്, മതി. ഇത് ഞാൻ വാളിന്റെ മാർഗമല്ല തിരഞ്ഞെടുത്തത്, കുരിശിന്റെ വഴിയാ, കുരിശിന്റെ മാർഗമാ. നിർത്ത്. അത് മെസ്സേജ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലെറ്റ് ദം ബി ഈവൺ ഇൻ ദിസ്. ലെറ്റ് ദം ബി ഈവൺ ഇൻ ദിസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യട്ടെ, അവരെന്നെ പിടിച്ചുകൊണ്ട് പോകട്ടെ, അവർ നമുക്കെതിരായിട്ട് നിന്നോട്ടെ. വിട്ടുകൊടുക്ക്. അന്തിമ വിജയം നമുക്കുള്ളതാ. ഹല്ലേലൂയ. അവരിപ്പൊ പിടിച്ചോണ്ട് പോയി എന്നെ ക്രൂശിക്കും, എന്നെ കുരിശിൽ തറയ്ക്കും. കർത്താവിന് അറിയാം. വിട്, അവര് ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്യട്ടെ. അങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കാനാ വലിയ പാട്. പലപ്പോഴും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, അല്ലേ? നമുക്ക് തോറ്റുകൊടുക്കാൻ മനസ്സില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തോറ്റുകൊടുക്കുന്നതാ, താണു കൊടുക്കുന്നതാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ എന്ന്. നടക്കും പ്രിയമുള്ളവരെ. നമ്മളിപ്പോഴും വാളെടുത്ത് നടക്കുന്നത് കൊണ്ടാണ് റിവൈവൽ വരാത്തത്. സ്തോത്രം. കുരിശിന്റെ വഴി തിരഞ്ഞെടുത്താൽ അവിടെ റിവൈവൽ ഉണ്ടാകും. ആമേൻ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ഓക്കെ. അപ്പൊ യേശുവിനെ പിടിക്കാൻ ഇവർ വന്നു. ഈ സംഭവം എല്ലാം നടന്നു.
യേശുവിനെ അവർ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ പത്രോസിൻ്റെ കാതിലേക്ക്, അപ്പം ഞാൻ ഇനി ആ ഒരു രംഗത്തിലോട്ട് വരും. ഇതെൻ്റെ ഇമാജിനേഷനിലാണ് ഞാൻ പറയുന്നത്. യേശു പത്രോസ് ഈ കാത് വെട്ടി, അവൻ്റെ കാത് വെട്ടി, അവനിങ്ങനെ ഓ എന്ന് പറഞ്ഞിങ്ങനെ കാതേലിങ്ങനെ പിടിച്ചിരിക്കുക, കൈ കൂടെ ചോര ഒഴുകുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവന് ഈ മൽക്കോസിന് തല കറങ്ങുന്നതായിട്ട് തോന്നി. മൽക്കോസ് പെട്ടെന്ന് തല കറങ്ങത്തില്ല, രക്തം ഇങ്ങനെ പോവുക, ചീറ്റി പോവുകയാണ്. ചിലർ ചിരിക്കുന്നു. മൽക്കോസിന് തല കറങ്ങി മൽക്കോസ് ഇങ്ങനെ മുട്ടയിൽ അങ്ങ് നിന്നു, താഴെ വീണു. അവൻ്റെ ചുറ്റിന് ഇരുട്ട് വ്യാപരിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ്റെ കയ്യിൽ കൂടെ ചോര ഇങ്ങനെ ഒഴുകുക, ചൂട് ചോര. അവൻ ഉടുത്തിരുന്ന ആ വസ്ത്രം, ആ കുപ്പായം, അതിലേക്ക് ചോര ഒഴുകി. അവനതറിയാം. പെട്ടെന്ന് ഭയങ്കര വേദന. പെട്ടെന്ന് അവനൊരു തണുപ്പ് അനുഭവപ്പെട്ടു, ഒരു ചൂടനുഭവപ്പെട്ടു. യേശുവിൻ്റെ കരം അവൻ്റെ കാതിൽ സ്പർശിച്ച സമയത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. മൽക്കോസ് ആ അരണ്ട വെളിച്ചത്തിൽ നോക്കി, ഇത് ആരുടെ കരമാ? അപ്പോഴാ രണ്ട് കണ്ണുകൾ, യേശുവിൻ്റെ ആ രണ്ട് കണ്ണുകൾ, സ്നേഹവും കരുണയും ആർദ്രതയും അനുകമ്പയും കൃപയും നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ മൽക്കോസിൻ്റെ കണ്ണുകളുമായിട്ട് ഉടക്കി. അവനൊരു നിമിഷം, ദാറ്റ് വാസ് എൻ എൻകൗണ്ടർ ഹി ഹാഡ് വിത്ത് ജീസസ്. എന്നിട്ട് യേശു അവൻ്റെ കാതിൽ തൊട്ടു. യു വിൽ ബി ഓൾ റൈറ്റ് മൈ സൺ, യു വിൽ ബി ഓൾ റൈറ്റ് മൈ സൺ. നിനക്കൊരു കുഴപ്പമില്ല. പെട്ടെന്നൊരു പടയാളി വന്നിട്ട് യേശുവിനെ തട്ടി, എഴുന്നേക്ക്, പിടിച്ചോണ്ട് പോയി. മൽക്കോസ് അവിടെ നിൽക്കുക. മൽക്കോസിന് ആ മുഖം മറക്കാൻ പറ്റുന്നില്ല. അവൻ പതുക്കെ എഴുന്നേറ്റു. അവൻ അതേ കൈകൊണ്ട്, രക്തം പുരണ്ട കൈകൊണ്ട് അവൻ്റെ കാത്, ആ ഭാഗം, ആ വലത്തെ കാത് അല്ലേ, ഓക്കെ, വലത്തെ കാതൊന്ന് നോക്കി. ഇവിടെ ചെവി അവിടെ ഉണ്ടല്ലോ. The ear is right there. ഈ ചെവി മുറിഞ്ഞു പോയെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. The ear is right there. പക്ഷെ ദേഹത്ത് മുഴുവനും ചോര. അവൻ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റു. അപ്പോഴത്തേക്കും അവരായിരുന്ന സ്ഥലം വിജനമായി. ഞാൻ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീണ്ടും അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഓടുകയാണ്. അപ്പോഴേക്കും പീലാത്തോസിൻ്റെ അടുക്കൽ എത്തിപ്പോയി. ആരെ? യേശു. പീലാത്തോസ് കൈ കഴുകുന്നതൊക്കെ ഇവൻ കണ്ടു. യേശുവിനെ അപ്പം പടയാളികൾ നയിച്ചുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോയി കഴിഞ്ഞു. ഈ മൽക്കോസ് മെല്ലെ മെല്ലെ പോവുക. അവനീ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആരോട് എന്ന് പറയണമായിരുന്നു? കയ്യാഫാവിനോട് എന്ന് പറയേണ്ടതാ. പക്ഷെ അവന് തോന്നുന്നില്ല. അവൻ ഈ മനുഷ്യന്റെ പിന്നാലെ നടക്കുക. അയ്യോ, അവൻ്റെ ശത്രുവായിരുന്ന എന്നെ അവൻ സൗഖ്യമാക്കി. അവൻ്റെ ആ സ്പർശനം അവന് മറക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ആ സ്നേഹം ഒഴുകുന്ന കണ്ണുകൾ അവന് മറക്കാൻ പറ്റുന്നില്ല. ഈ മനുഷ്യന്റെ പിന്നാലെ അവൻ ചെല്ലുകയാണ്. ജനക്കൂട്ടത്തിൽ പോകാൻ പറ്റത്തില്ല, പേടിയാ. അതുകൊണ്ട് അവൻ ദൂരത്ത് നടന്നു പോവുകയാണ്. അവനങ്ങ് പതുക്കെ നടന്ന് ഗോൽഗോഥയിൽ എത്തിയപ്പോഴേക്കും യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞിരുന്നു. അവൻ നോക്കി, ആ കുരിശിലേക്ക് ദൂരെ നിന്ന് നോക്കി. തൻ്റെ മുൻപാകെ നിന്ന് തൻ്റെ കാതിൽ കൈവച്ച് തന്നെ സൗഖ്യപ്പെടുത്തിയ ഒരു മനുഷ്യനെ അല്ല കണ്ടത്. ആകെ തകർന്ന് തരിപ്പണമായ, ശരീരം മുഴുവനും വികൃതമാക്കപ്പെട്ട, ഉഴവുചാലുകൾ പോലെ അവൻ്റെ ശരീരം കീറി മുറിക്കപ്പെട്ട ഒരു മാംസപിണ്ഡം പോലെ തന്നെ സൗഖ്യമാക്കിയവൻ ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് മൽക്കോസ് അവിടെ മുട്ടുകുത്തി. അവൻ മുട്ടുകുത്തിയിട്ട് അവനിങ്ങനെ പ്രാർത്ഥിച്ചു, എന്നോട് ക്ഷമിക്കണം, ഇത്ര കാലം ഞാൻ നിന്നെ വേദനിപ്പിച്ചു, ഇത്ര കാലം ഞാൻ നിന്റെ ശത്രുക്കളുടെ പാളയത്തിലായിരുന്നു. എങ്കിലും നീ എന്നെ സ്നേഹിച്ചല്ലോ, എങ്കിലും നിന്റെ കരുണ എന്നെ ചേർത്ത് പിടിച്ചല്ലോ, എങ്കിലും നീ എന്നെ സൗഖ്യമാക്കിയല്ലോ. എന്നോട് ക്ഷമിക്കണേ. നീ മനുഷ്യൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുക. പക്ഷേ ക്ഷമിച്ചു എന്നൊരു വാക്ക് ആരും അവനോട് പറയുന്നില്ല. അപ്പോഴാണ് ഒരു ശബ്ദം അവൻ കേൾക്കുന്നു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ.
ആ ശബ്ദം കാറ്റിൽ അവൻ കേട്ടു. അവിടെ വെച്ച് അവൻ പാപക്ഷമ പ്രാപിച്ചു. ഞാൻ പറയട്ടെ, ഈ മനുഷ്യന് തീർച്ചയായിട്ടും പിന്നീട് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആദ്യം ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ അന്ന് ആ മാളികമുറിയിൽ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിച്ച സമയത്ത് ആ കൂട്ടത്തിൽ ഈ മനുഷ്യനും ഉണ്ടായിരുന്നിരിക്കാം. ആര് കണ്ടു? യേശുവിൻ്റെ സ്പർശനമേറ്റ ഒരു വ്യക്തിക്ക് എങ്ങനെയാ തിരിച്ചു പോകാൻ കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എന്നിട്ട് ഈ മൽക്കോസ് അവിടെ നിന്ന് എഴുന്നേറ്റു. താൻ പാപക്ഷമ പ്രാപിച്ചവനായി. ഇനി അങ്ങോട്ട് തിരിച്ചു പോകും. കയ്യാഫാവിൻ്റെ അടുക്കിലേക്ക് പോകാൻ അവനൊട്ടും താല്പര്യമില്ല. ഹി വാസ് ദ ഇയർ ഓഫ് കയ്യാഫാസ്. പക്ഷെ ഇപ്പോഴേ അവൻ കയ്യാഫാവിൻ്റെ ഓർഡർ അല്ല കേൾക്കുന്നത്. ഹി ലിസൺസ് ടു എ ഡിഫറൻറ്റ് മാസ്റ്റർ. ഹല്ലേലൂയ. He listens to a different master. അവൻ്റെ കാതിൽ ഇപ്പോൾ മുഴങ്ങുന്നത് കയ്യാഫാവിൻ്റെ സ്വരമല്ല, യേശുവിൻ്റെ സ്വരമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, whose voice are you listening? Whose voice are you listening? നമ്മൾ ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? Are you listening to the voice of the ruler of this world, or are you listening to the voice of the savior of this world? ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ ശബ്ദമാണോ നമ്മൾ കേൾക്കുന്നത്, അതോ ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുവിന്റെ സ്വരമാണോ നമ്മൾ കേൾക്കുന്നത്? ഹല്ലേലൂയ. അണ്ടർ ഹൂസ് അതോറിറ്റി ആർ യു ലിവിങ്? ആരുടെ അധികാരത്തിന്റെ കീഴില? മൽക്കോസ് ഇതുവരെ കയ്യാഫാവിന്റെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഹി ഈസ് അണ്ടർ ദ അതോറിറ്റി of the living God. Praise the Lord. അവൻ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കയ്യാഫാവ് എന്ന മഹാപുരോഹിതന്റെ ശബ്ദമായിരുന്നു. അവൻ ഇപ്പോൾ കേൾക്കുന്നത് ആരുടെ സ്വരമാ? ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിന്റെ സ്വരമാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നമ്മളൊക്കെ ഒരു കാലത്ത് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ ശബ്ദം കേട്ടിരുന്നവർ, അവന്റെ അടിമകളായിരുന്നു. He was a servant of Caiaphas. We were servants of the devil, of Satan. പിശാചിന്റെ അടിമകളായിരുന്നു നമ്മൾ. But now we are the servants of the living God. സർവശക്തനായ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു നമ്മളെ. അതിനുവേണ്ടി നമുക്ക് അവിടുന്ന് നിന്ന വിലയേറിയ രക്തത്തിനായി, അവന്റെ വീണ്ടെടുപ്പിനായി സ്തോത്രം. അവൻ നമ്മളെ വീണ്ടെടുത്തതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ തൊട്ടല്ലോ. ഞാൻ വിചാരിക്കുകയായിരുന്നു മൽക്കോസിനെക്കാട്ടിലും കഷ്ടമായിരുന്നു എൻ്റെ ജീവിതം. പക്ഷെ നമ്മളെയൊക്കെ വീണ്ടെടുത്ത കർത്താവ് നമ്മളോട് കാണിച്ച കരുണയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ചർച്ച് കർത്താവ് എന്നൊരു വാക്ക് പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും, വാള് താഴെയിട്. ആദിമസഭ, അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്, ഏർലി ചർച്ച് നെവർ അഗെയിൻ പിക്ഡ് അപ്പ് ദ സോഡ്. ആദിമസഭ അവർ പിന്നെ വാളെടുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ആ നീറോ ചക്രവർത്തിയുടെ സമയത്തൊക്കെ ഈ ദൈവമക്കൾ അവർ ഭയങ്കര പീഡയിൽ കൂടെ കടന്നുപോയി. അവർക്ക് വേണമെങ്കിൽ അന്ന് സംഘടിച്ചിട്ട് അവർക്ക് തിരിച്ച് അടിക്കാമായിരുന്നു. പക്ഷെ അവരതിനൊന്നും നിന്നില്ല. സിംഹങ്ങളുടെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്തു, ഗുഹയിൽ ഇട്ടുകൊടുത്തു, അവരെ തിളച്ച എണ്ണയിൽ മുക്കിക്കൊന്നു. അവിടെ എല്ലാം അവരത് ഏറ്റുവാങ്ങി. അവരാരും വാളെടുത്തില്ല. അവരെല്ലാം കുരിശിന്റെ വഴി തിരഞ്ഞെടുത്തു. ഇന്നങ്ങനെ ക്രിസ്തീയ സഭ, ദൈവമക്കളായ നമ്മളെങ്ങനെയാ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഡു വി ടേക്ക് അപ്പ് ദ ക്രോസ് ഓർ ആർ വി ടേക്കിംഗ് അപ്പ് ദ സോഡ്? The downfall and degradation started in the church when the sword was taken up again. സഭകളിൽ സഭകൾ താഴോട്ട് പോകാൻ, അവിടെ ഡൗൺഫോൾ സംഭവിച്ചതും, സഭകളിൽ ഡീഗ്രഡേഷൻ, സഭയ്ക്ക് ശക്തിയില്ലാതായതും, സഭകൾ ഡൗൺഫോളിലേക്ക് പോയതിൻ്റെയും കാരണം സഭ എന്ന് വാളെടുത്തുവോ, തിരിച്ചു വാള് ഉറയിലിടാൻ പറഞ്ഞ വാള് സഭ എന്ന് തിരിച്ചെടുത്തുവോ അന്ന് തുടങ്ങിയതാണ് സഭയുടെ പതനം. പ്രൈസ് ദ ലോർഡ്. അധപതനം.
എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും, നമ്മുടെ സഭ, ഇവിടെയുള്ളവരെ, നമ്മൾ ഓരോരുത്തരും കുരിശിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ ഇവിടെ ദൈവം റിവൈവൽ അയക്കും. വൈ റിവൈവൽ ടാരീസ്? എന്തുകൊണ്ടാ ഉണർവ് വൈകുന്നതെന്നറിയാമോ? ബിക്കോസ് വി ഹാവ് ഇൻ പുട്ട് ഡൗൺ അവർ സോട്ട്സ്. നമ്മൾ വാളുകൾ താഴെ ഇട്ടിട്ടില്ല. കുരിശെടുത്താൽ അവിടെ ഉണർവുണ്ടാകും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ഉണർവ് വരുത്തില്ല. അൺലെസ് ആൻഡ് അൺടിൽ വി പുട്ട് ഡൗൺ അവർ സോട്ട്സ്. എന്താ സോഡെന്ന് പറയുന്നത്? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരായി ഏത് സഭ മാറുമോ അവിടെ ഉണർവുണ്ടാകും. പരസ്പര സ്നേഹമില്ലാതെ നമ്മൾ ജീവിക്കുന്നവരാണോ? നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെയാ? പല പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരാളിങ്ങനെ എഴുതി, when I married my wife, I married a sinner. ഞാനത് വായിച്ചപ്പോൾ ഞാനങ്ങ് അന്തപ്പെട്ടു. എന്തോ അദ്ദേഹം പറയുന്നത്? when I married my wife, I married a sinner. ഈ ഭാര്യ തന്നെ പറയുന്നത്, when I married my husband, I married a sinner. രണ്ട് പാപികളാണ് വിവാഹബന്ധത്തിൽ വന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മുറിവേൽപ്പിക്കും. മുറിവേൽപ്പിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? നമ്മളൊക്കെ മുറിവേൽപ്പിക്കുന്നവരാ. പക്ഷേ അപ്പോൾ ഏൽപ്പിക്കുന്ന ആ മുറിവുകൾ പോയി നമ്മൾ ക്ഷമ ചോദിച്ചാൽ ഇത് ബിറ്റർനെസ്സായിട്ട് മനസ്സിൽ കടന്നത് വളരത്തില്ല. ഈ ക്ഷമ ചോദിക്കാതെ തെറ്റ് സംഭവിക്കും. പത്രോസിന് തെറ്റ് സംഭവിച്ചു, പക്ഷെ പത്രോസ് ക്ഷമ ചോദിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും വരുമ്പോൾ, ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ക്ഷമ ചോദിച്ച് നമ്മൾ അനുരഞ്ജനത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും അവിടെ അനുഗ്രഹിക്കപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾ വിരോധം വെച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ഒരു വാള് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ആ വാളൊന്ന് മാറ്റിവെച്ച് ആ വ്യക്തിയുടെ അടുക്കൽ പോയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ആ വ്യക്തിയോടൊന്ന് വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ച് ആ മഞ്ഞൊക്കെ ഒന്ന് ഉരുകട്ടെ. ആ ബിറ്റർനെസ്, ആ ഒരു ഉള്ളിലെ നീരസമൊക്കെ ഒന്ന് പോകട്ടെ. ഇതൊക്കെ സംഭവിക്കും. കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ അന്യോന്യം മുറിവേൽപ്പിച്ചവരായിരിക്കും. പക്ഷേ ഇപ്പോഴും ആ പഴയ മുറിവുകൾ സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ കർത്താവിന് പരസ്പരം ചെന്നിട്ട് സോറി പറ. അവിടെ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് നിറയും. പ്രൈസ് ദ ലോർഡ്. അനേക കുടുംബങ്ങൾ ഇന്ന് തകരുന്നതിൻ്റെ കാരണം എന്താ അറിയാമോ? ഒരു സോറി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പം നിങ്ങൾ ആരായി കൂട്ടത്തിൽ? ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ആർ യു മാൽക്കസ് ഓർ പീറ്റർ? നിങ്ങൾ പത്രോസ് ആണോ മൽക്കോസ് ആണോ? അയ്യോ, ഞാൻ മൽക്കോസാ, എന്തുമാത്രം വെട്ടാ എനിക്ക് കിട്ടിയിരിക്കുന്നേ എന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ. പക്ഷെ ഞാൻ പത്രോസാന്ന് പറയുന്നവർ കുറവായിരിക്കും. ഞാൻ പത്രോസാ, ഞാൻ ഒത്തിരി പേരെ വെട്ടിയിട്ടുണ്ട്, ഞാൻ ഒത്തിരി പേർക്ക് മുറിവ് വരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? നമ്മളെപ്പോഴും ഈ വിക്ടിം മെൻറ്റാലിറ്റിയാണ് നമുക്കുള്ളത്, അല്ലേ? മറ്റുള്ളവരെന്നെ മുറിവേൽപ്പിച്ചത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കരയും. പക്ഷെ നമ്മളെത്ര പേരെ മുറിവേൽപ്പിച്ചു? ഈ രണ്ടു പേർക്കും ആവശ്യമായിരുന്നു എന്ത്? യേശുവിൻ്റെ കൃപ. മൽക്കോസ് he went through pain. ഏത് പെയിനാ? യേശുവിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന്, യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നതിൻ്റെ വേദന. അപ്പം ആ വേദനയ്ക്ക് യേശു അവന് കൃപ കൊടുത്തു. സോ he felt pain and grace. He experienced pain and grace. ഇനി പത്രോസോ? Peter also experienced pain
ആൻഡ് ഗ്രേസ്. എന്തോ അവൻ്റെ പത്രോസിൻ്റെ പെയിൻ എന്തുവായിരുന്നു? ബിക്കോസ് അവൻ യേശുവിനെ തള്ളി പറഞ്ഞു. അതൊരു പെയിനല്ലേ? പിന്നീട് യേശു പറഞ്ഞത് അനുസരിക്കാതെ ഡിസൊബീഡിയൻസ്, വെട്ടരുതെന്ന് പറഞ്ഞു, വാള തുറയിലിടാൻ പറഞ്ഞു, വെട്ടി. അനുസരണക്കേട് കാണിച്ചതിൻ്റെ വേദന, ഇതെല്ലാം കൊണ്ട് നടക്കുന്ന പത്രോസ്. ആ പത്രോസിൻ്റെ അടുക്കൽ യേശു ചെന്നിട്ട്, എനിക്ക് പത്രോസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവൻ അത്രമാത്രം എടുത്തുചാട്ടക്കാരനായിരുന്നിട്ട് പോലും എൻ്റെ യേശു അവൻ്റെ അടുക്കൽ ചെന്നു. പത്രോസ് ആകെ കുളമാക്കിയത് സാഹചര്യങ്ങൾ. അവിടെ യേശു സമാധാനത്തോടെ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി. അവിടെയും യേശുവിന് ഇടപെടേണ്ടി വന്നു. പക്ഷേ അങ്ങനെ സകലതും നഷ്ടപ്പെട്ടവനായി, നിരാശനായി, വേദനയിൽ പത്രോസ് പോയി. പക്ഷെ ആ പത്രോസിനെ തേടി യേശു ചെന്നു, എൻ്റെ യേശു ചെന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം കർത്താവിനെ വേദനിപ്പിച്ചിട്ട് പോയവരാ. പക്ഷെ കർത്താവാ പിന്നെയും നമ്മളെ തേടി വന്നത്. ആൻഡ് ഹി റെസ്റ്റോർഡ് പീറ്റർ. സോ മാൽക്കസ് experienced pain and grace and healing. Peter also experienced pain and grace and restoration. Praise the Lord. ദൈവത്തിന് സ്തോത്രം. സോ ഞാൻ ചോദിച്ചു, നിങ്ങൾ പത്രോസാണോ മൽക്കോസാണോ എന്ന്? വി ആർ എ മിക്സ്ചർ ഓഫ് പീറ്റർ ആൻഡ് മാൽക്കസ്. നമ്മളിൽ പത്രോസും ഉണ്ട്, മൽക്കോസും ഉണ്ട്. At times we are the ones who dole out pain. ചിലപ്പോൾ നമ്മൾ വേദന കൊടുക്കുന്നവരുടെ കൂട്ടത്തിലാണ്. At other times we are the ones who receive the pain. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താണ്? കർത്താവിൻ്റെ കൃപയാണ്. We all need the healing grace of Jesus. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ സൗഖ്യമാക്കുന്ന കൃപ എനിക്ക് വേണം. കർത്താവെ, ഞാൻ അനേകരെ വേദനിപ്പിച്ചിട്ടുള്ളവനാണ്. ഞാൻ അനേകർക്ക് മുറിവ് വരുത്തിയിട്ടുള്ളവനാണ്. അനേകരെ എന്നെയും വേദനിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് ഏറ്റുപറയാം, ദൈവത്തോട് ഏറ്റുപറയാം. ഭാര്യ ഭർത്താക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ച മുറിവുകളെ ഓർത്ത് നമുക്ക് ദൈവത്തോടും മാപ്പപേക്ഷിക്കാം. മറ്റുള്ളവർ നമുക്ക് ഏൽപ്പിച്ച മുറിവുകളെ ഓർത്ത് അവരോട് നമുക്ക് ക്ഷമിക്കാം. നമുക്ക് പറയാം, ദൈവത്തോട് പറയാം, കർത്താവേ, നിന്റെ സൗഖ്യമാക്കുന്ന കൃപ, നിന്റെ സൗഖ്യദായക ശക്തി, ആ കൃപ എൻ്റെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തി ജീവിതത്തോടും അവിടുന്ന് ഇടപെടണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സഭകളിൽ ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരും മുറിവുകളെ കെട്ടുന്നവരും മുറിവേൽപ്പിക്കാത്തവരുമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. God bless you.